الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا وأنت وسيلتنا أعظنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم حبيب سيدنا محمد رسول الله صلى الله عليه وسلم അവിടുന്ന് ഈ മാസത്തെ മഹത്വം അറിയിച്ചുകൊണ്ട് നമുക്ക് നൽകിയ വിവരണം വശഅബാനു ഷഹദി, എൻ്റെ മാസം എന്നാണ് അവിടുന്ന് ഈ മാസത്തെ നമ്മോട് പരിചയപ്പെടുത്തിയത്. അപ്പോൾ തങ്ങളിലേക്ക് ഒരു വിഷയം ചേർത്തി പറയുമ്പോൾ ആ വിഷയത്തിന് എത്രമാത്രം ബഹുമാനമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബഹുമാനമായി പറയാനുണ്ടെങ്കിലും കൂട്ടത്തിൽ നാം ഒക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ അവിടുത്തെ മേൽ സ്വലാത്തു ചൊല്ലാൻ ആജ്ഞയുള്ള അഹ്സാബ് സൂറത്തിലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, ആ വിശുദ്ധമായ ആയത്ത് അവതരിച്ച മാസമാണ് പരിശുദ്ധ ശഅബാൻ. അതുകൊണ്ട് ഇത് സ്വലാത്തിന്റെ വാർഷിക മാസമാണ്. നിസ്കാരത്തിന്റെ വാർഷിക മാസമായ റജബ് മാസം നമുക്ക് കഴിഞ്ഞു. റജബുൻ ഷഹറുല്ലാഹ്. ഇപ്പോൾ നാം ഉള്ളത് വശഅബാനു ഷഹരി, സ്വലാത്തിന്റെ വാർഷിക മാസം. ഇനി നമുക്ക് വരാൻ പോകുന്നത് റമളാനു ഷഹ്റു ഉമ്മത്തി, ഉമ്മത്തിന്റെ മാസമായ പരിശുദ്ധ റമളാൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമാണ്. അപ്പോൾ വരാൻ പോകുന്ന മാസം ഖുർആന്റെ വാർഷിക മാസമാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ സ്വലാത്തിന്റെ വാർഷിക മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന റമളാനു ശരീഫ് ഖുർആന്റെ വാർഷിക മാസമായതിനാൽ ധാരാളം ഖത്മാത്തുകൾ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർള് ഇൽമ, ലോകം മുഴുക്കെ ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ പണ്ഡിത ശ്രേഷ്ഠർ എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാഹ് റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ ദിവസം ഒരു ഖത്മ ഖുർആൻ ഓതും. റമളാൻ ആയാൽ ദിവസം 2 ഖത്മുകൾ ഖുർആൻ ഓതും. അപ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾക്ക് റമളാൻ 30 പൂർത്തിയായി കിട്ടിയാൽ 60 ഖത്മാത്ത് ഖുർആൻ മഹാനവറുകൾക്ക് പാരായണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അത് അവരുടെ കറാമത്തിന്റെ വലിയ ഭാഗമാണ്. ഞാൻ നീട്ടി സംസാരിക്കാതെ അതുകൊണ്ട് ഈ വിശുദ്ധമായ മാസത്തിൽ നമ്മുടെ മനസ്സ് ക്ലിയറാക്കി വരുന്ന റമളാനു ശരീഫിനെ ആദരവോടെ സ്വീകരിച്ച് ഖൈറാത്തുകളെ കൊണ്ട് റമളാൻ അനുകൂലമായി സാക്ഷ്യപ്പെടുന്ന നിലക്ക്
ഖുർആൻ ഖത്മാത്തുകൾ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഖത്മെങ്കിലും റമദാൻ പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് ഖുർആനുമായിട്ടുള്ള ആ വലിയ ബന്ധം, ഖുർആൻ നമുക്ക് ആഖിറത്തിൽ അനുകൂലമായി സാക്ഷ്യപ്പെടണം എന്ന നിലക്ക് നാം മറക്കരുത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി ഇവിടെ നടന്നു വരുന്ന അൽഹംദുലില്ലാഹ് ഇക്റാമുസ് സുന്ന എന്ന് പറയുന്ന വലിയ ദർസ്, ആ ദർസിൽ ധാരാളം മുതഅല്ലിമുകൾ പഠിക്കുകയും അവർ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ബിരുദം കരസ്ഥമാക്കുകയും സനദ് വാങ്ങിക്കുകയും ഇപ്പോൾ ഇന്ന് ഈ ശഅബാനിലെ വെള്ളിയാഴ്ച പവിത്രമായ രാത്രിയിൽ ഈ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഈ ശ്രേഷ്ഠമായ മജ്ലിസിൽ വെച്ച് അൽ ഇക്റാമി എന്ന മഹത്തായ സനദും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ യുവ പണ്ഡിതന്മാർ ഇവിടെ സന്നഹിതരായിട്ടുള്ളത്. അല്ലാഹുവേ നീ ഖബൂൽ നൽകി പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മാത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ ദീനി ദഅവത്തിനുള്ള എല്ലാ തൗഫീഖുകളും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അതിനുവേണ്ടി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് കടപ്പെട്ട് ഭക്ഷണം നൽകിയ ഏതെല്ലാം രൂപേണ ഈ വിഷയത്തെ സ്നേഹിച്ചവരുണ്ടോ അവർക്കൊക്കെ രണ്ട് ലോകത്തും നീ സന്തോഷം നൽകണം റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള യുവ പണ്ഡിതന്മാർ അറിയണം, നാം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഇത് ചെറിയ ഉത്തരവാദിത്വം അല്ല, വലിയ ഒരു ദൗത്യമാണ്. നാം ഈ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഇവിടെ വെച്ച് സ്വീകരിച്ചിട്ടുള്ളത്. അതിനേക്കാളും പുണ്യകരമായ ഒരു കാര്യം മറ്റൊന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ശ്രേഷ്ഠമായ പള്ളികളിൽ രണ്ടാമത്തെ പള്ളിയായ മസ്ജിദുൻ നബവിയായ തങ്ങളെ പള്ളിയിൽ അവിടുന്ന് ആ പവിത്ര മെഹ്റാബിൽ ഇമാമ് നിൽക്കും. അവിടുന്ന് നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആമീനോടുകൂടെ മഹാന്മാരായ മലായികത്തുൽ കിറാം, അതുപോലെ മഹാന്മാരായ തങ്ങളെ പ്രിയ ശിഷ്യന്മാർ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ആമീൻ പറയുമ്പോൾ ആ ഇബാദത്തിനേക്കാൾ, ആ ദുആയേക്കാൾ സ്വീകാര്യതയുള്ള മറ്റൊരു ഇബാദത്തുണ്ടോ ലോകത്ത്? മറ്റൊരു ദുആ ഉണ്ടോ? അത് ഖബൂലാണെന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? തീർച്ചയായിട്ടും അത് വലിയ ആദരവുള്ളതാണ്, അത് ഖബൂലുള്ളതാണ്, അത് ഇജാബത്തുള്ളതാണ്. അത് എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചു പോയി തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനായ മുആദ് തങ്ങൾ എപ്പോൾ അവിടുന്ന് തങ്ങൾ ശിഷ്യനോ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ മുആദ്, യാ മുആദ്, നിങ്ങൾ യമനിൽ പോയി ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തണം, പ്രബോധനം നടത്തണം. അപ്പോൾ മുആദ് തങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്, ഈ ചാൻസ് നഷ്ടപ്പെടുകയാണ്. അതുമാത്രല്ല, തങ്ങളെ മുഖം കണ്ടാൽ മുഖം നോക്കുന്നതിനേക്കാൾ വലിയ ഇബാദത്ത് വേറുണ്ടോ? ആ മുഖം നോക്കിയാൽ പിന്നെ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല, ഒരു ടെൻഷനുമില്ല. അവിടത്തെ മുഖം കണ്ടാൽ വലിയ സന്തോഷം തന്നെ, റബ്ബിങ്കൽ വലിയ ഖബൂല് തന്നെ.
ഈമാന് പവർ കൂടുകയാണ്, ഇഖ്ലാസിന് പവർ കൂടുകയാണ്, തഖ്വക്ക് പവർ കൂടുകയാണ്, വറഅന് സൂക്ഷ്മതക്ക് പവർ കൂടുകയാണ്, ഇൽമിൽ വലിയ ബറകാത്തുകൾ ലഭിക്കുകയാണ്. അതൊക്കെ എനിക്ക് നഷ്ടമാകുമല്ലോ. യമനിലേക്ക് പോയാൽ ഇതെല്ലാം എന്നിൽ നിന്ന് അകലുമല്ലോ. മനസ്സിൽ വല്ലാത്ത വിഷമം, തങ്ങളോട് തുറന്നു പറയാൻ വലിയ പ്രയാസം. എന്നാലും പ്രിയ ശിഷ്യന്റെ മനസ്സ് വായിച്ചെടുക്കുന്നു. ഗുരുവര്യരും കൂടിയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനസ്സ് വായിച്ച് ചേർത്ത് പിടിച്ചു പറയാണ്, യാ മുആദ്, മോനെ മുആദ്, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്നെ കണ്ടോളണം എന്നില്ല. എന്നാലും നിങ്ങൾക്ക് വിഷമം വേണ്ട, ടെൻഷൻ വേണ്ട. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. മോനെ മുആദ്, നിങ്ങൾ കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ ജീവിതം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വസ്വത്തിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദഅവത്താണ്, പ്രബോധനമാണ്. ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇക്റാമി ബിരുദം സ്വീകരിച്ച യുവ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹുവേ, നീ കബൂൽ നൽകണം റഹ്മാനെ, നീ ബറകാത്തുകൾ ഏറ്റിത്തരണം അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉലമാവും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ സയ്യിദന്മാരും ഈ വലിയ ലക്ഷ്യം, തങ്ങളുടെ ആ വലിയ ഉപദേശം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകമെമ്പാടും ദീനീ പ്രവർത്തനങ്ങൾ രാപ്പകലില്ലാതെ ഓടി നടന്ന്, ഊണും ഉറക്കുമില്ലാതെ, യാത്രയിലൊക്കെ വലിയ പ്രയാസങ്ങൾ സഹിച്ച്, പലവർക്കും അറിയില്ല, അനുഭവിക്കുന്ന ആളുകൾക്കേ അറിയുള്ളൂ. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക്, അത് കഴിഞ്ഞ് വേറൊരു സ്റ്റേജിലേക്ക്, ദിവസം 2, 3, 4 ഒക്കെ പ്രോഗ്രാമുകളിൽ എത്തിപ്പെടുമ്പോൾ കിലോമീറ്ററുകൾ ഓരോ വേദി കഴിഞ്ഞ്, സ്റ്റേജ് കഴിഞ്ഞ് മറ്റ് സ്റ്റേജിലേക്ക് ഉണ്ടാകും. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഖളാഉൽ ഹാജത്തിന് പോലും അവിടെ സമയം കണ്ടെത്തിയാൽ സ്റ്റേജിൽ ബുദ്ധിമുട്ടായി പോകും, ജനങ്ങൾക്ക് അവിടെ, സംഘാടകർക്ക് വിഷമായി പോകും എന്ന് മനസ്സിലാക്കി അതുപോലും സഹിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പിന്നല്ലേ, പട്ടിണിയിലായിരിക്കും, അതൊന്നും വകവെക്കാതെ സ്വന്തം തടി പോലും, ജീവൻ പോലും നോക്കാതെ ഓടി നടന്ന് ദീനീ സേവന രംഗത്ത് സജീവമാകുന്നതിന്റെ ഉദ്ദേശം ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ള സർവ്വസ്വത്തെക്കാളും നിങ്ങൾക്ക് മഹത്തരമാണ് നിങ്ങളുടെ ആ ദഅവത്ത് എന്ന് തങ്ങൾ പറഞ്ഞ ആ വലിയ ഉപദേശം അത് ഉൾക്കൊണ്ടത് കൊണ്ടാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാ, ജ്ഞാനം, അറിവുകൾ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്. അറിവുള്ളവന് ഇസ്ലാമിൽ, സമൂഹത്തിൽ വലിയ സ്ഥാനമാണ്. അറിവില്ലാത്തവന് ആ സ്ഥാനം ലഭ്യമാവുകയില്ല. അറിവുള്ള ആളുകളും ഇല്ലാത്ത ആളുകളും സമന്മാരാണോ ഖുർആൻ ചോദിക്കുകയാണ്? ഒരിക്കലും അല്ല.
ഇൽമിന്റെ അഹ്ലുകാർ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ശർഈയായ ഇൽമ് അത് ഇസ്ലാമിന്റെ ജീവനാണ്. ആ ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വരുന്ന മതവിദ്യാർത്ഥി സ്വർഗീയ വഴിയിലാണെന്ന് തങ്ങൾ പറഞ്ഞു. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചവർ സ്വർഗീയ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന് ദീനി ഉലൂമുകൾ സമ്പാദിച്ച് ഇൽമിനുള്ള ബഹുമാനം ഖുർആൻ പറഞ്ഞതുപോലെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അബുൽ ബശർ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേണ്ട എല്ലാ ഉലൂമുകളും ജ്ഞാനങ്ങളും അറിവുകളും നൽകി. എന്നിട്ട് മലായികത്തിനോട് പറഞ്ഞു ഉസ്ജുദൂ ലി ആദമ, നിങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കണം എന്ന്. അപ്പോൾ ഇൽമിന്റെ ബഹുമാനം എത്ര വലുതാണ്. അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ ആ ആദരവ് അത് എത്രമാത്രം ബഹുമാനമുള്ളതാണ്. അത് മലായികത്ത് സ്വീകരിച്ചു. അത് അംഗീകരിക്കാൻ കഴിയാതെ അവരെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി മാറി നിന്നു, അഹങ്കാരിയായി മാറി നിന്നു. ആ വ്യക്തി കാലാകാലം ശപിക്കപ്പെട്ടവനായി ഖുർആൻ ആ വിഷയം സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ വ്യക്തിയുടെ പിൻഗാമികൾക്ക്, അനുയായികൾക്കല്ലാതെ ഇൽമിന്റെ അഹ്ലുകാരെ താറടിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഇൽമിനെ, ഉലമാഇനെ, മുതഅല്ലിമുകളെ, ഇൽമിന്റെ അഹ്ലുകാരെ, ദീനി സ്ഥാപനങ്ങളെ, ദീനി അഹ്കാമുകളെ, വിധിവിലക്കുകളെ ഒക്കെ കൊച്ചാക്കുന്ന ആളുകൾ, പരിഹസിക്കുന്ന ആളുകൾ, അതിനെ സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ ഒക്കെ പുച്ഛിക്കുന്ന ആളുകൾ, പരിഹസിക്കുന്ന ആളുകൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനാദരവ് കാണിച്ച വ്യക്തിയുടെ പിൻഗാമികളായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അംബിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും സമ്പാദിച്ചവർ അല്ല. വലാകിൻ വറസുൽ ഇൽമ, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ആസിക്ക്, ദോഷിക്ക് നാഫിയ ഇൽമിനെ അല്ലാഹ് കൊടുക്കൂല. അത് അല്ലാഹുവിന്റെ നൂറാണ്. അത് അംബിയാക്കളുടെ അനന്തര സ്വത്താണ്. അത് അതിൻ്റെതായ അഹ്ലുകാർക്ക് വലിയ തൗഫീഖുള്ള ആളുകൾക്ക് കിട്ടൂ. തങ്ങൾ അതാ പറഞ്ഞത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവർ അല്ലാഹ് ഫഖീഹാക്കും. അപ്പോൾ അതിന്റെ നേരെ മഫ്ഹൂമു മുഖാലഫ, ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണ് ഉലമാ അല്ലാത്തവരൊക്കെ. അങ്ങനെയാണോ? ഉലമാ അല്ലാത്ത ഉമറാനെ കൊണ്ട് എത്രയോ ഖൈറാത്തുകൾ ദീനിൽ, സമൂഹത്തിലുണ്ട്. അപ്പോൾ എന്താണ് തങ്ങൾ പറഞ്ഞത്? ഖൈറൻ അത്തൻവീനു ലിത്തഅളീമി. വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു ആലിമാക്കുമെന്നാണ്. അപ്പോൾ ഉലമാഇന്റെ ഖൈറാത്ത് അത് വളരെ വലുതാണ്. ഉലമാ അല്ലാത്ത ആളുകളെ കൊണ്ടും ഇവിടെ ഖൈറാത്തുകൾ, നന്മകൾ ഉണ്ടാകും. പക്ഷെ ഉലമാഇന്റെ ഖൈറാത്തുകളെ കൊണ്ട് ഒരു ആലിമിന്റെ പവർ ലോകം മുഴുക്കെ എല്ലാ നിലയിലും അവരുടെ പ്രവർത്തനം ഉയർന്നു നിൽക്കുകയാണ്. ഇൽമിന്റെ ബഹുമാനമാണത്, ഉലമാഇനുള്ള സ്ഥാനമാണത്. ആ ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ, അംബിയാക്കൾ, ബനു ഇസ്രായേലിലെ അംബിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് പരിശുദ്ധരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൽമിനെ സ്നേഹിക്കുക, മുതഅല്ലിമുകളെ സ്നേഹിക്കുക, ആലിമീങ്ങളെ സ്നേഹിക്കുക, ദീനി സ്ഥാപനങ്ങളെ സ്നേഹിക്കുക, ഇതെല്ലാം അതിനെ ആദരിക്കുക. അതൊക്കെ അല്ലാഹുവിനെ ആദരിക്കലാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കലാണ്, അല്ലാഹുവിനെ സ്നേഹിക്കലാണ്,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. ആ സ്നേഹത്തിന്റെ അള്ളാഹുവിനെയും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഈ കല്ലേരി ജമാഅത്തിൽ തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന വിപുലമായ ദർസ്. ആ ദർസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൗഢമായ ദർസ്. അതിന്റെ വാർഷിക സനദ്ദാന സമ്മേളനത്തിൽ സമ്മേളിക്കൽ അള്ളാഹുവിനോടുള്ള ആദരവിന്റെ സ്നേഹത്തിന്റെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് ഇൽമുമായിട്ടുള്ള ഈ ഒത്തുകൂടലെല്ലാം. ഇത് ഇൽമിന്റെ മജ്ലിസ്, ഇത് സ്വർഗീയ മജ്ലിസാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന ഖാല റസൂലുള്ളാഹി. ആ വലിയ പ്രതീക്ഷയിൽ നാം ഇവിടെ ഇരിക്കുമ്പോൾ ഈ പരിശുദ്ധമായ ശഅബാൻ ഞാൻ വാക്ക് ചുരുക്കി. സൂറത്തുൽ ദുഖാനിൽ ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞ ലൈലത്തും മുബാറക എന്ന പവിത്ര രാത്രി ഉൾപ്പെട്ട വിശുദ്ധ മാസമാണ് ശഅബാൻ. ഇത് ഇജാബത്തുള്ള മാസമാണ്, ഇത് ഖബൂലുള്ള മാസമാണ്, ഇത് ദോഷം പൊറുക്കുന്ന മാസമാണ്, ഇത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന മാസമാണ്, ഇത് തൗബ സ്വീകരിക്കുന്ന മാസമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ റമദാന് കറകളഞ്ഞ മനസ്സോടെ, ഇഖ്ലാസിന്റെ തഖ്വയുള്ള വറഅന്റെ ഈമാനിന്റെ മനസ്സോടെ റമദാൻ സ്വീകരിച്ച് ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട സമയമാണ്. ഇനിയുള്ള ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കളവ് പറയാനും ഗീബത്ത് പറയാനും ഫിത്ന ഉണ്ടാക്കാനും ഫസാദ് ഉണ്ടാക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെ ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാനും ലഹരിയുമായി, മയക്കുമരുന്നുമായി, കള്ളുമായി, കഞ്ചാവുമായി, ഹാൻസുമായി, പൻപരാഗുമായി, ബ്രൗൺ ഷുഗറുമായി, സോഷ്യൽ മീഡിയകളിൽ വാട്സാപ്പുകൾ, ഫേസ്ബുക്കുകൾ ദുരുപയോഗങ്ങൾ നടത്തി അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും വ്യഭിചാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നാൽ നമ്മുടെ രണ്ട് ലോകവും നമുക്ക് നഷ്ടമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത്തരം സർവ്വ തിന്മകളും, പലിശ ഇടപാടുൾപ്പെടെ എല്ലാ തിന്മകളും സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്നൊക്കെ വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ റമളാനിലെ നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി എന്നാണ്. ആ തഖ്വ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു കൽപ്പിച്ചതെടുക്കുക, അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾ ഖുർആനിന്റെ അഡ്രസ്സിൽ തൗഹീദിന്റെ പേര് പറഞ്ഞ് വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ച് പരിശുദ്ധ ഹദീസുകളെ വളച്ചൊടിച്ച് വഹാബി നവീന പുത്തൻവാദികൾ മുഅ്മിനീങ്ങളെ ഈമാനെ കബളിപ്പിക്കുമ്പോൾ അത്തരം സർവ്വ പുത്തൻവാദികളിൽ നിന്നും ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നും വഴിമാറി യഥാർത്ഥ ഇസ്ലാം ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. അങ്ങനെ അസ്ഹാബിലേക്ക് ചെന്നെത്തുന്ന പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്. അത് അഹ്ലു സുന്നയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നാം പ്രയത്നിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഇത് സ്വലാത്തിന്റെ മാസമാണ്. അക്സിറൂ മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. സ്വലാത്ത് പറയുന്ന ആളുകൾക്ക് ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി, അത് ഖബറിൽ വലിയ പ്രകാശമാണ്.
മീസാനിൽ വലിയ പ്രകാശമാണ്, സിറാത്തിൽ വലിയ പ്രകാശമാണ് എന്ന് മാത്രല്ല ഖൽബിലും അസ്വലാത്തു നൂറും ഫിൽ ഖൽബി, ഹൃദയത്തിൽ സ്വലാത്ത് വലിയ പ്രകാശമാണ്. നമ്മുടെ ഹൃദയം സ്വലാത്ത് കൊണ്ട് പ്രകാശിക്കണം. അതിന് ധാരാളം സ്വലാത്ത് പറയണം. സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ പവർ എന്താണ്? ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. സ്വലാത്തിന്റെ അഹലുകാരെ ഒരു ദുശക്തികൾക്കും തകർക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലി തങ്ങളെ പിടുത്തം കിട്ടണം, തങ്ങൾ നമ്മുടെ വിഷയത്തിൽ ഇടപെടണം, തങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കൂട്ടിനുണ്ടാകണം. നമ്മുടെ ശ്വാസമടങ്ങി ഖബറിലെത്തിയാലും ഓരോ ഖബറാളിയോടും ചോദിക്കുകയാണ്, തങ്ങളെ കാണിച്ചു മാ തഖൂലു ഫീ ഹാദർ റജുലി. മലായികത്ത് ചോദിക്കും, ഇവരെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് പരിചയമുള്ള നേതാവാണ്, ഇതെന്റെ പൊന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. മരിക്കുന്ന സമയം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ കഴിയണം. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ കഴിയണം. അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ ഒരു ചെറിയ ചാൻസ് വേണം. അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലി തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ ഖൽബ് നിറക്കണേ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി അത് മഹബ്ബത്തു റസൂലില്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം അത് സ്വലാത്തിലൂടെ വർദ്ധിച്ചു കിട്ടും. ഈ സ്വലാത്തിന്റെ വാർഷിക മാസമായ ശഅബാനിൽ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നാം ചൊല്ലണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടും.